Respected Rishi sir, dear Island family, dear parents, friends, first of all, thank you Island. കാരണം ഞാൻ ഇത് പറയുന്നത് ഇന്ന് ഈ മീറ്റിംഗ് നടത്തി ഈ ഫെലിസിറ്റേഷൻ തന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ അവിടെ ഇരുന്ന് നോക്കുമായിരുന്നു. ഇവിടെ മൊമെൻറ്റോ സാറിൻ്റെ നിന്ന് മൊമെൻറ്റോ വാങ്ങിക്കുമ്പം അവരെക്കാൾ കൂടുതൽ, അതായത് ആസ്പിറൻസ് അല്ലെങ്കിൽ ടോപ്പേഴ്സിനേക്കാൾ ഏറ്റവും സന്തോഷിച്ച്, അതായത് ആദരിച്ചപ്പോൾ ഏറ്റവും സന്തോഷവും പ്രൗഡായിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ഞാൻ കണ്ടത് പേരൻസിലാണ്. ഇപ്പം ഞാൻ കുറേ ഫെലിസിറ്റേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും ഇതുപോലെ പൊന്നാട അണിയിച്ച് പേരൻസിനെ അനുമോദിക്കുക എന്നൊരു ജസ്റ്റർ ഞാൻ ഒരിടത്തും കണ്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ഹ്യൂജ് താങ്ക് യു. കാരണം നമുക്കറിയാം ഇപ്പം ടോപ്പേഴ്സ്, എസ്പെഷ്യലി ടോപ്പേഴ്സിന് അറിയാം. കാരണം UPSC സക്സസ് അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ വിചാരിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് വരാൻ പറ്റില്ല. കാരണം ഇത്രയും ലോങ് ജേർണി ആകുമ്പോൾ എസ്പെഷ്യലി ഫാമിലി സപ്പോർട്ട് നമുക്ക് നെസസറിയാണ്. അപ്പം അവരെ അനുമോദിച്ചതിന് ഒത്തിരി താങ്ക് യു. പിന്നെ ഐലേണുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ പറയുമ്പം ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത് എൻ്റെ ഓപ്ഷണൽ ജോഗ്രഫിയാണ്. ജോഗ്രഫി ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഐലേണിൽ ഫസ്റ്റ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ 2 അറ്റംപ്റ്റിലും ഡൈസർ എൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിരുന്നു. കാരണം ജോഗ്രഫി മോസ്റ്റ് ഓഫ് ദി ടൈംസും ടെസ്റ്റ് സീരീസ് പഠിച്ച് ഞാൻ ടെസ്റ്റിന് സിലബസൊക്കെ പഠിച്ച് ഫിനിഷ് ആവില്ല. അപ്പം ഓൺ ദി ടൈമിൽ എനിക്ക് ടെസ്റ്റ് സീരീസ് ഒന്നും എഴുതാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അപ്പം ഞാൻ ഡൈസറിന് മെസ്സേജ് അയക്കും, സർ സബ്മിഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു, എങ്കിലും എൻ്റെ പേപ്പർ ഒന്ന് നോക്കി തരും. അപ്പം ഞാൻ അയച്ചു കൊടുത്ത് 2-3 ദിവസത്തിനുള്ളിൽ ഡൈസർ എപ്പോഴും കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു, പ്രോപ്പർ ഫീഡ്ബാക്ക് തരുമായിരുന്നു. പിന്നെ ജോഗ്രഫീനെ പറ്റി ആദ്യത്തെ എക്സാമിന് പോകുമ്പം ജോഗ്രഫീനെ പറ്റി ഞാൻ കുറേ മിത്തുകൾ കേട്ടിരുന്നു. കാരണം ജോഗ്രഫി സ്കോറിങ് സബ്ജക്റ്റ് അല്ല, എത്ര എഴുതിയാലും മാർക്ക് കിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ സാറിനോട് ചോദിക്കുമായിരുന്നു, സർ ഇങ്ങനെയൊക്കെയാണോ, എനിക്ക് മാർക്ക് കിട്ടുമെന്ന്. അപ്പോൾ സാർ എനിക്ക് കോൺസ്റ്റൻ്റ്ലി ആ സപ്പോർട്ട് തന്നിരുന്നു, ആ അഷ്വറൻസ് തന്നിരുന്നു. തൻ്റെ ആൻസേഴ്സ് നല്ലതാണ്, തനിക്ക് നല്ല മാർക്ക് കിട്ടും. എസ്പെഷ്യലി പേപ്പർ 2 തനിക്ക് എഴുതാനുള്ള ആ സ്കില്ലുണ്ട്. അപ്പം എനിക്ക് 2 അറ്റംപ്റ്റിലാണെങ്കിലും എൻ്റെ പേപ്പർ 2 മാർക്ക് നല്ല ഹൈ ആണ്. എൻ്റെ ഈ റാങ്ക് ലിസ്റ്റിൽ തന്നെ ജോഗ്രഫി ഓപ്ഷനിൽ നല്ലൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ഡൈസർ ഫോർ ഓൾ ദി സപ്പോർട്ട്, എസ്പെഷ്യലി ഫോർ ജോഗ്രഫി ആസ് വെൽ ആസ് ഫോർ ദ എൻറ്റയർ പ്രിപ്പറേഷൻ. പിന്നെ പറയേണ്ട ഒരാൾ ഷിനാസ് സാറാണ്. സാർ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ സാറിൻ്റെ അടുത്ത് വന്നില്ല എന്നുള്ളതിൽ. പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് വരുമായിരുന്നു. ഓൺ എ വീക്കലി ബേസിസ് ഞങ്ങൾ 1-on-1 ഇരിക്കുമായിരുന്നു. ആ ക്യാബിനിലിരുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂ സ്റ്റേജിൽ എൻ്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു സോഷ്യലൈസേഷൻ്റെ ഫസ്റ്റ് ബേബി സ്റ്റെപ്സ് ഞാൻ പഠിച്ചത് ഷിനാസ് സാറിൽ നിന്നാണ്. അപ്പം സാറിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. അപ്പം താങ്ക് യു ഷിനാസ് സാർ, ഡൈ സാർ. പിന്നെ നിഖിൽ സാറിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഞാനിവിടെ ഫൗണ്ടേഷൻ കോഴ്സിൽ റെഗുലർലി ക്ലാസ്സുകൾ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം സാറിൻ്റെ ക്ലാസ്സുകൾക്ക് ഒത്തിരി താങ്ക് യു. ഇപ്പം ഇവിടെയുള്ള എല്ലാ ഫ്യൂച്ചർ ലീഡേഴ്സിന് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ പേരൻസ് ഇവിടെ വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും താങ്ക് യു ഐലൻ.